എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണ്ടാക്കിയ മസാല പൗഡറില്ലേ, അത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് മസാലപ്പൊടി ഉണ്ടാക്കണം, ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ഉരുളിലേക്ക് 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടെടുക്കാം. ചതച്ചാൽ മതി കേട്ടോ, വല്ലാണ്ടങ്ങ് അരഞ്ഞു പോകരുതേ, പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത് മതി, ഇരിക്കട്ടെ. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതൊന്ന് ഇട്ട് കൊടുത്തിട്ട്, അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. അതൊന്ന് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കരിഞ്ഞു പോകാണ്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞ് 1.5 കപ്പ് ചെറിയുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചെറിയുള്ളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് സൗകര്യക്കുറവുള്ളവർ വലിയുള്ളി എടുത്തോ. അതും വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടി ഇതിനാണ് കൂടുതൽ. അതാണ് ഞാൻ ഇതെടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി, ഉപ്പ് ഈ ഉള്ളീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നല്ലോണം ഇളക്കിയതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യം മുതൽ ലോ ഫ്ലെയിമിലേ വെക്കാവൂ. ഇനി ഒന്ന് വാഷറില്ലാണ്ട് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ്, അതിലപ്പുറം വേണ്ട. അപ്പോഴത്തേക്ക് നല്ലോണം വാടി വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇത് നമ്മൾ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത്ര പെട്ടെന്ന് ആവില്ല. കണ്ടില്ലേ, നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ വെറും മഞ്ഞൾപ്പൊടിയും നമ്മളെ മസാലപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നമ്മളെ മസാലപ്പൊടി, ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളീൻ്റെ എല്ലാ ഭാഗത്തും മസാലപ്പൊടിയാണ്. അത് കൂടാണ്ട് ഈ മസാലപ്പൊടി ഒന്ന് ഫ്രൈ ആയി കിട്ടുകയും വേണം. അപ്പോൾ നല്ലൊരു വാസനയായിരിക്കും ഇതിന് വരിക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കറി കട്ടാക്കി മുറിച്ച് കഴുകി വെള്ളമെല്ലാം വാർത്തെടുത്ത 3/4 കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം, അപ്പോൾ ഈ സമയത്തെല്ലാം ശ്രദ്ധിക്കണേ, ഞാൻ അതേ പറഞ്ഞ് ലോ ഫ്ലെയിമിലേ വെക്കാവൂന്ന്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ട, നല്ലോണം ഇളക്കി എല്ലാ ഭാഗത്തും ഈ മസാലയും ഉപ്പും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാവുമ്പോൾ ഇങ്ങനെയെല്ലാം സൗകര്യത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയും കറി വേണ്ടു. കുറച്ച് കറി വേണം, വളരെ കുറച്ച് കറി മതി എന്നുള്ളവർക്കാണെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇറങ്ങുന്ന വെള്ളം തന്നെ ഉണ്ടാവും. ഇനി അതല്ല കൂടുതൽ കറി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ. അപ്പോൾ എന്നിട്ട് വാഷർ ഇട്ടിട്ട് മൂടി വെക്കണേ. മൂടി വെച്ചിട്ടൊരു 3 വിസിൽ വരുന്നവരെ അടന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് അത് ഇറക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പണി നോക്കാം. അപ്പോൾ അതാ കുക്കറെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിസിൽ ആവിയെല്ലാം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പൈസസ് വേണമെങ്കിൽ ചേർക്കാം. ഇനി കടുകോ ജീരകോ, ഇനി അതല്ല പട്ട, ഗ്രാമ്പു, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒന്നുമില്ലെങ്കിൽ വെറുതെ തേങ്ങ വറുത്താലും മതി. പക്ഷേ എനിക്ക് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങേൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടാറ് കറിയാണേ. എന്നിട്ട് ഇതിലൊന്ന് ഉപ്പെല്ലാം ഉണ്ടോയെന്നൊന്ന് നോക്കാം. നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഉപ്പ് കറക്റ്റാണ് കേട്ടോ. അപ്പം ഇനി വേറെ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉപ്പ്, എരിവ് എല്ലാം കറക്റ്റാണ്. അങ്ങനെ നമ്മൾ ഈ താളിപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി പെർഫെക്റ്റ്ലി കുക്ക്ഡ്. കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ഒരു ബിഗിനേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയായത്. അപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.